السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقال رسول الله صلى الله عليه وسلم: نوم الصائم عبادة وصمته تسبيح وعمله مضاعفة ودعاؤه مستجاب وذنبه مغفور. شهر الصيام لقد علوت مكرما وغدوت من بين الشهور معلما. يا صائمي رمضان هذا شهركم فيه أباحكم المهيمن مغنما. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ CM ചാരിറ്റി പ്രവർത്തകർ, മുഅ്മിനുകളെ, നമ്മുടെ എല്ലാ സൽക്രമങ്ങളും അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, അവരുടെ എല്ലാവരുടെയും ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനു ശരീഫിൻ്റെ ആദ്യത്തെ 10 നമ്മോട് വിട ചോദിക്കാറായി. ഇതുവരെ നാം അനുഷ്ഠിച്ച വ്രതം, നമ്മുടെ നിസ്കാരം, പ്രത്യേകിച്ച് സുന്നത്ത് നിസ്കാരം, ളുഹ, തഹിയ്യത്ത്, തഹജ്ജുദ്, തറാവീഹ് തുടങ്ങി എല്ലാ സുന്നത്ത് കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാനു ശരീഫ്, ആ റമളാനു ശരീഫ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നതിന് കാരണം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടി എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം: ഓ വിശ്വസിച്ചവരെ, മുൻഗാമികളുടെ മേലിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലിൽ അള്ളാഹു നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടി എന്നാണ് അതിന് പരിശുദ്ധ ഖുർആൻ കാരണം പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധ റമളാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരുപാട് സൽക്രമങ്ങൾ വാരിക്കൂട്ടാനുള്ള ഒരു മാസമാണ്. ആ പരിശുദ്ധ റമളാനു ശരീഫ് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് അതൊന്ന് എത്തിച്ച് തരണമേ എന്ന് റബ്ബിനോട് നാം ദുആ ചെയ്തു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണം. പരിശുദ്ധ റമളാൻ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണം. ആ റമളാൻ മാസം നമ്മിലേക്ക് ഇന്ന് എത്തിയിരിക്കുകയാണ്. ആ റമളാൻ മാസത്തെ വേണ്ട പോലെ നാം ആരാധിക്കുകയും ആ റമളാൻ മാസത്തിൽ വേണ്ടവണ്ണം ആരാധന നിർവഹിക്കുകയും അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും
അതിൻ്റെതായ ബഹുമാനങ്ങളെല്ലാം നാം കൊടുക്കുകയും ചെയ്തില്ല എങ്കിൽ നമ്മുടെ ഈ പ്രാർത്ഥനയ്ക്ക് യാതൊരു ഫലവും നാം എത്തിച്ചില്ല എന്നുള്ളതാണ്. പരിശുദ്ധ റമളാൻ എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആൻ അത് കൃത്യമായി നാം നന്നായി പരിശീലനം നടത്തേണ്ടുന്ന, അല്ലെങ്കിൽ മുദാറസത്തുൽ ഖുർആൻ ദർസ് നടത്തേണ്ട ഒരു സമയവും കൂടിയാണ് പരിശുദ്ധ റമളാനു ഷരീഫ് എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ മാസത്തിലും നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. അവിടുന്ന് എല്ലാ മാസത്തിലും നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സക്കാത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ റമളാനിനാണെങ്കിൽ ആ റമളാനല്ലാത്ത മാസങ്ങളിലും ഹബീബായ നബി തങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി ചെയ്ത ഒരു ആരാധന, പ്രത്യേകമായി ചെയ്ത ഒരു കാര്യം, അത് എന്തെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി മുദാറസത്തുൽ ഖുർആൻ എന്നതാണ്. ഖുർആൻ പാരായണം ചെയ്യുക എന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ മാസത്തിലും ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്. ഇവിടെ മുദാറസത്തുൽ ഖുർആൻ അത് പ്രത്യേകമായി റമളാൻ മാസത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയതായി ഹദീസുകളിലൂടെ കാണാൻ സാധിക്കും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ വർഷത്തിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പരിശുദ്ധ ഖുർആനുമായി ഒരു ദർസ് അവിടുത്തെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പരിശുദ്ധ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങൾക്ക് പരിശുദ്ധ റമളാനു ഷരീഫിൽ ഇങ്ങോട്ട് ഓതിക്കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഹബീബായ തങ്ങൾ വഫാത്താകുന്നതിൻ്റെ തലേ റമളാനിൽ 2 തവണ മുദാറസത്തുൽ ഖുർആൻ നടത്തിയതായി ഹദീസിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ വലിയ മഹത്വമുള്ള ഒരു സംഗതിയാണ് അത്. പരിശുദ്ധ റമളാനു ഷരീഫിൽ ഖുർആനുമായി ദർസ്, ഖുർആനുമായി ഒരു പഠനം, അത് പ്രത്യേകമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ റമളാനു ഷരീഫിൽ നിർവഹിച്ചതായി കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, വലിയ മഹത്വമുള്ള ആ പരിശുദ്ധ റമളാനു ഷരീഫിൽ അതിൻ്റെ ഏറ്റവും വലിയ ഹൃദയമാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത്. ആ പരിശുദ്ധ ഖുർആൻ അത് നന്നായി പാരായണം ചെയ്യാൻ വേണ്ടി നാം ശ്രദ്ധിക്കണം. കാരണം ആ പരിശുദ്ധ ഖുർആനിൻ്റെ വാർഷികവും കൂടിയാണത്. മാത്രമല്ല, പരിശുദ്ധ റമളാൻ എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സ് കൃത്യമായി നന്നായിരിക്കണം. എല്ലാ വിഷമത്തിൽ നിന്നും, എല്ലാ അഴുക്കുകളിൽ നിന്നും അവൻ്റെ ഹൃദയം എല്ലാ മലിനത്തിൽ നിന്നും ശുദ്ധിയായിരിക്കണം എന്നതാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, നാം ഒരു പെയിൻറ്റ് ചെയ്യുമ്പോൾ, നമ്മുടെ വീടിന് പെയിൻ്റ് അടിക്കുമ്പോൾ, നമ്മുടെ ഇരുമ്പിന് നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോൾ പെയിൻറ്റ് വാങ്ങിക്കൊണ്ടുവന്ന് അതിന്മേൽ തേക്കാറില്ല. എന്തേ കാര്യം? അങ്ങനെ തേച്ചാൽ അത് 2-3 ദിവസങ്ങളെ കൊണ്ട് അത് പൊളിഞ്ഞു പോകും. ആദ്യമായി ആ ഗിൽസിന്, ആ ഇരുമ്പിന് നാം നന്നായി അതിനെ ഒന്ന് ചുരണ്ടിക്കളഞ്ഞ് അങ്ങനെ വൃത്തിയാക്കി അതിൻ്റെ എല്ലാ അഴുക്കുകളും മാറ്റിയതിന് ശേഷമാണ് അതിൽ നാം പെയിൻ്റ് അടിക്കുന്നതെങ്കിൽ, ഇതുപോലെ വീടിന് നാം പെയിൻ്റ് അടിക്കുന്നതും പെട്ടെന്ന് കൊണ്ടുപോയി പെയിൻ്റ് അടിക്കുന്നതിന് പകരം അവിടെയൊന്ന് വെള്ള പൂശി
അവിടെയുള്ള കറകളൊക്കെ ഒന്ന് നീക്കി അങ്ങനെയാണ് നാം അതിലേക്ക് നല്ല പുതിയ പെയിൻറ് വാങ്ങി നാം അടിക്കുന്നതെങ്കിൽ, ഇതുപോലെ പരിശുദ്ധ റമളാനു ശരീഫ് വന്നപ്പോൾ നമ്മുടെ ഹൃദയം നന്നായിട്ട് നമ്മൾ കഴുകണം, എല്ലാ അഴുക്കിൽ നിന്നും നാം വൃത്തിയാക്കണം. അതിനുള്ള അവസരമായിരുന്നു റജബും ശഅബാനും. അങ്ങനെ വൃത്തിയാക്കിയതിന് ശേഷം ആ ഹൃദയത്തിലേക്കാണ് നാം ഇനി നല്ല നല്ല അമലുകൾ കൊണ്ടുപോയി ചേർക്കുന്നത്. അതിന് നാം വളരെ ശ്രദ്ധയോടെ ആ കാര്യം നാം കൈകാര്യം ചെയ്യണം. അങ്ങനെ മനുഷ്യൻ്റെ ഹൃദയ ശുദ്ധിക്ക് വേണ്ടി നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മഹാന്മാർ പഠിപ്പിക്കുന്നത്, ഈ പരിശുദ്ധ റമളാനു ശരീഫ് അത് പട്ടിണി കിടക്കുന്നതിന് പകരം അള്ളാഹുവിൻ്റെ അടുക്കൽ അത് ഏറ്റവും ന്യൂനതകളില്ലാത്ത, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള ആ നോമ്പാകുന്നത് അതിൽ ചില കാര്യങ്ങൾ പാലിക്കൽ കൊണ്ട് മാത്രമാണ്. ആ പാലിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാമത്തത് പരിശുദ്ധ ഖുർആൻ പാരായണമാണ്. ആ പരിശുദ്ധ ഖുർആൻ നന്നായി അർത്ഥം ചിന്തിച്ചുകൊണ്ട് നന്നായി പാരായണം ചെയ്യണം. അങ്ങനെ ഖൽബ് ശുദ്ധിയാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരിടത്ത് മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം, ഒരു മനുഷ്യൻ്റെ വീട്ടിൽ നിന്ന് ആ വീട്ടിൽ വച്ചിരിക്കുന്ന അവൻ്റെ ഷോക്കേസിലോ അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചു വച്ചിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ, അല്ലെങ്കിൽ അവൻ്റെ പള്ളിയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആൻ മനുഷ്യർക്ക് എതിരിൽ സാക്ഷി നിൽക്കുന്ന ഒരു അവസ്ഥ. സുബ്ഹാനല്ലാഹ്, അത് എങ്ങനെയാണ് സാക്ഷി നിൽക്കുന്നത്? ഇവനതെടുത്ത് പാരായണം ചെയ്യുന്നില്ല, അവൻ ഷോക്ക് വേണ്ടി അവൻ്റെ ഷോക്കേസിൽ വച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു മനുഷ്യൻ ഖുർആൻ ഓതുന്നതിന് പകരം അത് ഒരു ഷോയായി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഖുർആൻ അവനെ ശപിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് സലാമത്ത് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്ന വിഷയോ, നിങ്ങൾ നന്നായി പരിശുദ്ധ ഖുർആൻ ഓതണം. ആ പരിശുദ്ധ ഖുർആൻ ഓതാൻ അറിയാത്തവരാണെങ്കിൽ ആ പരിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ട് അതിനോടുള്ള കടപ്പാടുകൾ നന്നായി നിർവഹിക്കണം. ആ പരിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ട് നമ്മൾ അതിനെ ചുംബിക്കണം. അത് റബ്ബിൻ്റെ കലാമാണ്. ആ റബ്ബിനോടുള്ള എല്ലാ ആദരവും ബഹുമാനവും ആ ഖുർആനിലൂടെ നമ്മൾ വീട്ടണം. അങ്ങനെ പരിശുദ്ധ റമളാൻ എന്നുള്ളത് പരിശുദ്ധ ഖുർആനിൻ്റെ മാസമാണ്. അങ്ങനെ നന്നായി ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. മറ്റൊന്ന്, നന്നായി നമ്മൾ നോമ്പനുഷ്ഠിക്കണം. അല്ലാഹു തആല നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാവിധ തൗഫീഖും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. സമയം ദീർഘിക്കുന്നത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. പരിശുദ്ധ റമളാൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനാണ് എന്നല്ലേ പറഞ്ഞത്? ആ പരിശുദ്ധ ഖുർആന് അർഹിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി അവൻ്റെ കടപ്പാട് നമ്മൾ നിർവഹിക്കൽ ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതകളാണ്. അള്ളാഹുവേ, പരിശുദ്ധ ഖുർആന് നന്നായി ഓതാൻ പരിശുദ്ധ റമളാനിൽ ഞങ്ങൾക്ക് ഒരുപാട് ഖത്മുകൾ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും നീ നൽകണം. അള്ളാഹുവേ, ഈ പ്രവർത്തകർ, ചാരിറ്റി പ്രവർത്തകർ, CM ചാരിറ്റി പ്രവർത്തകർ, ആ പ്രവർത്തകർക്ക് എല്ലാവിധ ആഫിയത്തും നീ നൽകണം അല്ലാഹ്. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കണം അല്ലാഹ്. പരിശുദ്ധ റമളാനു ശരീഫിൽ കോടാനുകോടി ജനങ്ങൾക്ക് നീ റഹ്മത്ത് കൊടുക്കുമ്പോൾ, അതേ നീ മഗ്ഫിറത്ത് കൊടുക്കുമ്പോൾ, നീ ഇത്ഖും മിനന്നാർ കൊടുക്കുമ്പോൾ, പാവങ്ങളായ ഞങ്ങളെയും ഈ സംഘാടകരെയും നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. മരിക്കുന്ന സമയത്ത് നല്ല ഈമാനോടെ സന്തോഷത്തോടെ മരിക്കുന്ന, സ്വർഗം കണ്ടുകൊണ്ട് മരിക്കുന്ന, ഹബീബായ തങ്ങളെ കണ്ടുകൊണ്ട് മരിക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.